കൊച്ചി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. കോക്രോച്ച് ഇസ് ബാക്ക്. ഞങ്ങളെ ഒഴിവാക്കാൻ പറ്റുമെന്ന് കരുതിയോ? എക്സ് അക്കൌണ്ട് പൂട്ടിയതിന് തൊട്ടു പിന്നാലെ പുതിയത് തുറന്ന് CJP. പുതിയ എക്സ് അക്കൌണ്ട് ആരംഭിച്ച് കോക്രോച്ച് ജനതാ പാർട്ടി. കോക്രോച്ച് ഇസ് ബാക്ക് എന്ന പേരിലാണ് അക്കൌണ്ട്. ഞങ്ങൾ ഒഴിവാക്കുവാൻ പറ്റുമെന്ന് കരുതിയോ എന്ന് എക്സിൽ അവർ കുറിച്ചു. ഇൻസ്റ്റഗ്രാം അക്കൌണ്ട് ഹാക്ക് ചെയ്യുവാൻ ശ്രമം നടക്കുന്നുവെന്ന് CJP സ്ഥാപകൻ അഭിജിത് ദീപ് കെ വ്യക്തമാക്കി. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എക്സ് അക്കൌണ്ട് അപ്രത്യക്ഷമായി. റഹീം MPയെയും ഭാര്യയെയും സാമൂഹ്യ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ച കേസ്. ആലപ്പുഴ സ്വദേശി അറസ്റ്റിൽ, കോൺഗ്രസ് പ്രവർത്തകനെന്ന് പോലീസ്. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് റഹീമിനെയും ഭാര്യയെയും സാമൂഹ്യമാധ്യമങ്ങളിൽ അധിക്ഷേപിച്ച കേസ്. ആലപ്പുഴ സ്വദേശി അറസ്റ്റിൽ, സജിമോനാണ് പോലീസ് പിടിയിലായത്. വിദേശത്തായിരുന്ന ഇയാൾ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയപ്പോഴായിരുന്നു അറസ്റ്റ്. പ്രതിയെ ജാമ്യം നൽകി വിട്ടയച്ചു. നമ്മുടെ നാട് പേരാമ്പ്ര. നമ്മുടെ MP ഷാഫി പറമ്പിൽ. ലീഗിന്റെ ആദ്യ വനിതാ MLA ആയി ഫാത്തിമ തഹ്ലിയ. സത്യപ്രതിജ്ഞയ്ക്കെത്തിയത് സ്വന്തമായി വാഹനമോടിച്ച്. മുസ്ലിം ലീഗിന്റെ ആദ്യ വനിതാ MLA ആയി ഫാത്തിമ തഹ്ലിയ സത്യപ്രതിജ്ഞ ചെയ്തു. മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതാ MLA കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. 7 പതിറ്റാണ്ടിന്റെ ചരിത്രമാണ് ഫാത്തിമ തഹ്ലിയ എന്ന യുവ വനിതാ മുഖം തിരുത്തിയെഴുതിയിരിക്കുന്നത്. ചരിത്രത്തിൽ നേരത്തെ 2 തവണ മാത്രമാണ് മുസ്ലിം ലീഗ് വനിതാ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചിരുന്നത്. അന്നെല്ലാം പരാജയമായിരുന്നു ഫലം. പിണറായി വിജയനെ അഭിവാദ്യം ചെയ്യുക എന്നത് എന്റെ നിലപാട്. ഞാനൊരു കമ്മ്യൂണിസ്റ്റായി തുടരും. വി കുഞ്ഞികൃഷ്ണൻ. 16ാം കേരള നിയമസഭയുടെ 1ാം സമ്മേളനത്തിൽ MLAമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയായി. നിയമസഭയിൽ ശ്രദ്ധ നേടി ഇടത് വിമതരുടെ സത്യപ്രതിജ്ഞ. പയ്യന്നൂർ MLA വി കുഞ്ഞികൃഷ്ണന്റെ സത്യപ്രതിജ്ഞ പിണറായി വിജയനെ അഭിവാദ്യം ചെയ്ത ശേഷമായിരുന്നു. തളിപ്പറമ്പ് MLA TK ഗോവിന്ദൻ സത്യപ്രതിജ്ഞ ചെയ്തത് പിണറായി വിജയന് ഹസ്തദാനം നൽകിയ ശേഷമാണ്. പുൽവാമ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാൾ ഹംസ ബുർഹാൻ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. പുൽവാമ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ ഹംസ ബുർഹാൻ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. പാക് അധീന കാശ്മീരിലെ മുസഫറാബാദിൽ വെച്ച് അജ്ഞാതരായ ആക്രമികളാണ് വെടിയുതിർത്തത് എന്നാണ് റിപ്പോർട്ട്. 2022 ആഭ്യന്തര മന്ത്രാലയം ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയയാളാണ് ഹംസ ബുർഹാൻ. നേരത്തെ NIA നടത്തിയ അന്വേഷണത്തിൽ ഹംസ ബുർഹാന് പുൽവാമ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുള്ള പങ്ക് വ്യക്തമായിരുന്നു. ഇയാളെ വിട്ടുകിട്ടുവാൻ പാകിസ്ഥാനോട് ആവശ്യപ്പെടുകയും ചെയ്തു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ദൃശ്യം 2, 3 അയച്ചോളൂ. ശുഭയാത്ര ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് ദൃശ്യം ട്രാഫിക് നിയമലംഘനം സംബന്ധിച്ച ചിത്രങ്ങളും വീഡിയോകളും അയച്ചോളൂവെന്ന് കേരള പോലീസ്. ശുഭയാത്ര ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് ദൃശ്യം 2, 3 അയച്ചോളൂ എന്ന് കേരള പോലീസ്. ദൃശ്യം 3 റിലീസ് ദിവസം ചിത്രത്തിന്റെ പോസ്റ്ററുമായി സാമ്യമുള്ള പോസ്റ്റാണ് കേരള പോലീസ് ഇറക്കിയിരിക്കുന്നത്. ട്രാഫിക് നിയമലംഘനം സംബന്ധിച്ച ചിത്രങ്ങളും വീഡിയോകളും ശുഭയാത്ര ഹെൽപ്പ് ലൈനായ 9747001099 എന്ന നമ്പറിലേക്ക് വാട്സാപ്പായി അയക്കാം എന്നാണ് പോസ്റ്റിൽ വ്യക്തമാക്കുന്നത്. ഇങ്ങനെ ലഭിക്കുന്ന വിവരങ്ങളിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും സന്ദേശം അയക്കുമ്പോൾ ചിത്രം, വീഡിയോ, സ്ഥലം, സമയം എന്നിവ സഹിതം അറിയിക്കണമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച. പാർലമെന്റ് സമിതിക്ക് മുൻപിൽ ഹാജരായി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി മേധാവി അഭിഷേക് സിംഗ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പാർലമെന്റ് സമിതിക്ക് മുൻപിൽ ഹാജരായി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി മേധാവി അഭിഷേക് സിംഗ്. കേസിൽ മഹാരാഷ്ട്ര ലാത്തൂരിലെ ശിശുരോഗ വിദഗ്ധനെ കസ്റ്റഡിയിലെടുത്തു. ഡോക്ടർ മനോജ് ഷിരോളിയാണ് CBI സംഘത്തിന്റെ കസ്റ്റഡിയിലായത്. ഇയാൾ ചോദ്യപേപ്പർ വാങ്ങിയതിലും വിതരണം ചെയ്തതിലും പങ്കുണ്ടെന്നാണ് സംശയം. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.